എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രവും വൃശ്ചികോത്സവവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. തൃപ്പൂണിത്തുറയിലെ ശ്രീ പൂർണ്ണത്രയീശൻ്റെ ഈ വർഷത്തെ വൃശ്ചികോത്സവം നവംബർ 19 ബുധനാഴ്ച ചോതി നക്ഷത്രത്തിൽ കൊടികയറി നവംബർ 26 ബുധനാഴ്ച തിരുവോണ നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടി വൃശ്ചികോത്സവം സമാപിക്കുകയാണ്. പുരാണങ്ങൾ പ്രകാരം പൂർണ്ണത്രയീശൻ്റെ പ്രതിഷ്ഠ സാധാരണ വിഷ്ണു രൂപമല്ല, ശ്രീ മഹാവിഷ്ണുവിൻ്റെ സമ്പൂർണ്ണ ത്രിമൂർത്തി സ്വരൂപം, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, ഈ ത്രിമൂർത്തികൾ ഒരുമിച്ചുള്ള രൂപം, അതായത് സമ്പൂർണ്ണ ത്രിമൂർത്തി സ്വരൂപമായി ശ്രീ പൂർണ്ണത്രയീശൻ വിളങ്ങുന്നു. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ പഴയ നാട്ടുരാജ്യമായ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയിലാണ് കൊച്ചി രാജവംശത്തിൻ്റെ കുലദേവതാ ക്ഷേത്രമായ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലാഴി മധ്യത്തിൽ അനന്താസനസ്ഥനായി അനന്തഫണങ്ങളുടെ കുടയ്ക്കു കീഴിൽ ഇരുവശവും ഭൂമിദേവിയോടും ലക്ഷ്മീദേവിയോടും കൂടി സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. വൈകുണ്ഠനാഥൻ, യോഗനാരായണൻ, സന്താന ഗോപാലമൂർത്തി എന്നീ ധ്യാനസങ്കല്പങ്ങളോടെ ആരാധിച്ചു വരുന്ന ശ്രീ പൂർണ്ണത്രയീശൻ 3 വേദങ്ങളുടെയും മൂർത്തിമദ്ഭാവമായ യജ്ഞപുരുഷനായി വിളങ്ങുന്നു. സന്താന ഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന പ്രതിഷ്ഠ ആയതിനാൽ കുട്ടികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ബാലാരിഷ്ടതകൾ മാറുവാനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഉപദേവനായി ഗണപതി മാത്രമേ ഈ ക്ഷേത്രത്തിൽ ഉള്ളൂ. കളഭപ്രിയനായ ഭഗവാനെ തുളസിപ്പൂ, താമരപ്പൂ, മുല്ലപ്പൂ എന്നീ പുഷ്പങ്ങളാൽ ആരാധിക്കപ്പെടുന്നു. ഇവിടെ ഗണപതി ഹോമം നടത്താറില്ല. ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ പഴുതിലൂടെ നോക്കിയാൽ ആദിശേഷനെ തൊഴാം. അവിടെ ഒരു വിളക്ക് വച്ച് ആരാധിച്ച് വരുന്നു. വേദമന്ത്രധ്വനികളാൽ മുഖരിതമാണ് പൂർണ്ണവേദപുരി, അതായത് പൂർണ്ണത്രയീശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി പൂർണ്ണ നദി ഒഴുകുന്നു. ഈ ക്ഷേത്രം 1921കളിൽ വന്ന ഒരു തീപിടുത്തത്തിൽ നശിച്ചു പോയിട്ട് പിന്നീട് പുനരുദ്ധരിച്ച ക്ഷേത്രമാണ് ഇന്ന് നിലകൊള്ളുന്ന ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങളിൽ ചോതി നക്ഷത്രത്തിലെ കൊടികയറി തിരുവോണം നാളിൽ ആറാട്ടായി കൊണ്ടാടപ്പെടുന്ന 8 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന 3 കൊടിയേറ്റ് ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് ഉള്ളത്. ഇവയിൽ വൃശ്ചികോത്സവമാണ് ഏറ്റവും പ്രധാനം. ഈ ഉത്സവത്തിൻ്റെ 4ാം ദിവസം തൃക്കേട്ട പുറപ്പാടാണ്. ഈ ദിവസം മുതൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ഗജവീരൻ്റെ തലക്കെട്ടും കോലവും കുടയും മുമ്പിൽ കാണിക്കയിടാൻ വയ്ക്കുന്ന കുടവും തനി സ്വർണത്തിലുള്ളത് ആയിരിക്കും. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എണ്ണ, വെണ്ണ, ത്രിമധുരം, കളഭാഭിഷേകം, ചന്ദനച്ചാർത്ത്, തുളസിമാല, താമരമാല, കദളിപ്പഴം, പന്തീരാഴി പായസം, വെള്ളനിവേദ്യം, കൂട്ടുപായസം, തുലാഭാരം, അടിമ, ചോറൂണ്, സന്താന ഗോപാലൻ കഥകളി മുതലായവയെല്ലാം പൂർണ്ണത്രയീശൻ്റെ വഴിപാടുകളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.